ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഷൈൻ CB ഷൈനാണ് വണ്ടി. വണ്ടിക്ക് ഓയിൽ കത്തിപ്പോണ കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മളതിൻ്റെ ഹെഡ് സിലിണ്ടർ ഭാഗം അഴിച്ചിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം നിലവിൽ എഞ്ചിലുള്ള ഓയിലാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 200-250 മില്ലിയാണ് കഷ്ടിയുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ സിലിണ്ടർ പിസ്റ്റണാണ് ശരിക്കും ഡാമേജ്. അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം അടിഭാഗം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് പോലെയായി പിസ്റ്റൺ വർക്ക് ചെയ്ത് ആ ബ്ലാക്ക് ഡോട്ട് ഇരിക്കുന്ന ഭാഗത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങടേക്ക് കറക്റ്റായിട്ട് ആ പിസ്റ്റൺ വർക്ക് ചെയ്തിട്ടുള്ള തേയ്മാനത്തിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ എന്തായാലും നമുക്കത് മാറ്റിയിടണം. അതേപോലെ തന്നെ വാൽവ് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഗൈഡും ചേഞ്ച് ചെയ്യാനുണ്ട്. കാരണം ഈ ഗൈഡ് എക്സോസ്റ്റ് ഗൈഡിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വാൽവ് മാറ്റിയിടാം. ഗൈഡ് ഒരെണ്ണം മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റാണ് ഹെഡിനകത്ത് തന്നെ. അതിൻ്റെ ഈ ചെറിയ ബെയറിങ് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് 2 ബെയറിങ്ങും കൂടി നമുക്ക് മാറ്റിയിട്ട് എടുക്കാം. സാധാരണ അങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് പാട്ടിയാണ് നമുക്ക് മാറ്റാറ് സാധാരണ. അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് സൈഡ് ബെയറിങ് മാത്രമായിട്ട് നമുക്ക് ലെയ്ത്തിൽ കൊടുത്താൽ ചെയ്ത് കിട്ടും. അതായത് എന്തായാലും നമുക്ക് ഈ ഹെഡ് ലെയ്ത്തിലേക്ക് വിടണം ഗൈഡൊക്കെ മാറ്റാനായിട്ട്. ആ കൂട്ടത്തിൽക്കൂടെ ആ ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡ് ബെയറിങ്ങും കൂടി നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ റോക്ക് റാം സെറ്റൊക്കെ ചെക്ക് ചെയ്തിരുന്നു. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെയറിങ് ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഹീറ്റാവും. അതായത് ശരിക്കും ലൂബ്രിക്കേഷൻ നടക്കുന്നില്ല, ഹീറ്റിംഗ് റെസിസ്റ്റൻസും നടക്കുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം മൂവ്മെൻറ്റുള്ള ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഹീറ്റാവും. അതിൻ്റേതായിട്ടുള്ള തേയ്മാനങ്ങൾ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ആ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ കംപ്ലയിൻറ്റ് വന്നത്. ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ വന്ന മെയിനായിട്ട് വേറൊരു കേസ് ഉണ്ട്. ഇത് എൻ്റെ ക്രാങ്ക് ഷാഫ്റ്റാണ് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് എത്ര ഷെയ്ക്കിനകത്തുണ്ട്, അത്യാവശ്യം ഷെയ്ക്ക് ഇതുമുണ്ട് ഈ ഭാഗത്തേക്ക് കണക്ടർ റോഡിനകത്ത്. അപ്പോൾ നമുക്ക് ശരിക്കും സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റിയിടണം. അപ്പോൾ ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡ് ഇത്രയും പ്ലേ ഉള്ള സ്ഥിതിക്ക് ഓയിൽ തീർന്ന് ഓടിയിട്ടുണ്ടോ, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് വല്ല ഈ ബെയറിങ്ങിൻ്റെ പ്ലേയോ അല്ലെങ്കിൽ ബെയറിങ്ങിന് തേയ്മാനോ വന്നിട്ട് എന്തെങ്കിലും സ്ക്രാച്ചസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പുറമേ നിന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നിലവിൽ അത്യാവശ്യം കുറച്ച് പ്ലേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുമല്ല നമുക്ക് അതുമേ സെറ്റ് ചെയ്ത് വരാം. കാരണം ഇതുമേയാണ് അതിൻ്റെ പിസ്റ്റൺ സിലിണ്ടറൊക്കെ ബിൽഡ് ചെയ്ത് മുകളിലേക്ക് വരാം. അപ്പോൾ ഒരു റിസ്ക് ഉണ്ട്. കാരണം വെച്ചാൽ ഇത് ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡ് കൂടുതൽ കംപ്ലയിൻ്റ് എപ്പോൾ വരുന്നു അപ്പോൾ ഈ പറഞ്ഞ കണക്ടർ റോഡിന് പ്ലേ വരും. അതുമ്പോൾ കണക്ട് ചെയ്യുന്ന പിസ്റ്റൺ പിന്നിന് കാര്യങ്ങൾക്കൊക്കെ പ്ലേ വരും. സിലിണ്ടർ പിസ്റ്റൺ വീണ്ടും ഡാമേജിലേക്ക് പോകും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഇപ്പം അഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ക്രാങ്ക് അഴിച്ചിട്ട് ഇതിൻ്റെ കണക്ടർ റോഡ് മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റെ പടി മാറ്റി റീസെറ്റ് ചെയ്യുകയോ ചെയ്യണം. അപ്പോഴാണ് പിന്നെ നമുക്ക് 100% ധൈര്യം പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് വരില്ല എന്നുള്ളൊരു ഉറപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയൊരു പ്ലേ ഉണ്ട്. തന്നെയല്ല അതിലേക്ക് മുമ്പ് ഓയിൽ തീർന്ന് ഓടിയ സിറ്റുവേഷനോ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് പുറമേ നിന്ന് അറിയാൻ പറ്റില്ല. കാരണം ഓയിൽ ലെവൽ കുറയാണ്ട് ഓടിയ വണ്ടിയാണെങ്കിൽ പ്രശ്നങ്ങൾ സാധാരണ രീതിയിൽ വരാറില്ല. പക്ഷേ ഇതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബാഹ്യ പരീക്ഷണം എന്നുള്ള നിലയിൽ സെറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ നമുക്കിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് റെഡിയാക്കാനായിട്ട് ഏകദേശം എത്ര കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇടാം. എൻജിൻ ഫുള്ള് മറ്റേപ്പാടും നമുക്ക് അഴിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കമുള്ള വർക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ഒരു എമൗണ്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ട് എന്താ വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്ലൈ ഇടാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ്. കാരണം നമ്മളിപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ മാറുമ്പോൾ തൽക്കാലം ഇപ്പോഴത്തെ കംപ്ലയിൻ്റൊക്കെ മാറും. പക്ഷേ നാളേക്കോ കംപ്ലയിൻറ്റ് വന്നുകൂടായികയില്ല. പറയാൻ കാരണം ക്രാങ്കിൻ്റെ കണക്ടർ റോഡിന് ചെറിയ പ്ലേ നിലവിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ട കേസുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആക്കിയിട്ട് ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. ഇനി അതല്ല ഫുള്ളായിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു എസ്റ്റിമേറ്റും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയാം. ഓക്കെ.